സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് കേട്ടതും ഇംഗ്ലീഷ് മണ്ണിൽ നിന്ന് ആദ്യം ഹാലിളകിയത് മോണ്ടി പനേസറിനാണ്. പാറ്റ് കമ്മിൻസിന് പരിക്കാണ്. ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് അവിടെ രണ്ടാമതൊന്ന് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഇനി ആ സംഘത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻസി മെറ്റീരിയൽ സ്മിത്താണ്. മോണ്ടി പനേസർ ആരാധകരുടെ ഓർമ്മകളെ വർഷങ്ങൾ പുറകിലേക്ക് കൊണ്ടെത്തിച്ചു. ദ നൊട്ടോറിയസ് സാൻഡ് പേപ്പർ ഗേറ്റ് സ്കാൻഡൽ, സ്റ്റീവ് സ്മിത്തിൻ്റെ കരിയറിലെ കുപ്രസിദ്ധമായ അധ്യായം. വർഷം 2018. കേപ്പ് ടൗണിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക 3-ാം ടെസ്റ്റ് അരങ്ങേറുന്നു. മത്സരത്തിൻ്റെ 2ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയൻ താരം കാമറൂൺ ബാൻക്രോഫ്റ്റ് പന്ത് ഒരു സാൻഡ് പേപ്പർ കഷ്ണം ഉപയോഗിച്ച് ഉരക്കുന്നു. ഗ്രൗണ്ടിലെ ക്യാമറകൾ ആ ദൃശ്യങ്ങൾ പിടിച്ചെടുത്തു. ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ ഇരുന്ന 10,000-കണക്കിന് മനുഷ്യർ ബാൻക്രോഫ്റ്റ് പന്തിൽ കൃത്രിമം കാണിക്കുന്നത് ലൈവായി കണ്ടു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട അമ്പയർമാർ ബാൻക്രോഫ്റ്റിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ബാൻക്രോഫ്റ്റ് കുറ്റം സമ്മതിച്ചു. താനടക്കമുള്ള ടീമിലെ സീനിയർ താരങ്ങളുടെ അറിവോടെയാണ് ബാൻക്രോഫ്റ്റ് പന്ത് ചുരണ്ടിയത് എന്ന ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിൻ്റെ വെളിപ്പെടുത്തലോടെ വിവാദം ക്രിക്കറ്റ് ലോകത്തെ ഹോട്ട് ടോപ്പിക്കായി. വാർത്താ സമ്മേളനത്തിൽ സംഭവത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ താൻ ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞ സ്മിത്ത് പൊട്ടിക്കരഞ്ഞു. പിന്നീട് സ്മിത്തിൻ്റെ ക്യാപ്റ്റൻസി ക്യാപ്പ് തെറിച്ചു. ഡേവിഡ് വാർണർ വൈസ് ക്യാപ്റ്റൻസിയിൽ നിന്നും ഡാരൻ ലേമാൻ പരിശീലക പദവിയിൽ നിന്നും രാജിവെച്ചു. അന്വേഷണങ്ങൾക്കൊടുവിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ സ്മിത്തിനും വാർണർക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നിന്നും 1 വർഷത്തെ വിലക്കേർപ്പെടുത്തി. പിന്നീട് മൈതാനങ്ങളിൽ തിരിച്ചെത്തിയിട്ടും സ്റ്റീവ് സ്മിത്തിനെ ഈ വിവാദം വിടാതെ പിന്തുടർന്നു. പലപ്പോഴായി എതിർ ടീം ആരാധകരും കളിക്കാരുമൊക്കെ സാൻഡ് പേപ്പർ ഗേറ്റ് വിവാദം ഓസ്ട്രേലിയൻ ടീമിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കോഹ്ലിയാണ് ഓസ്ട്രേലിയൻ ആരാധകരെ ഒരിക്കൽ കൂടി 2018 വിവാദം ഓർമ്മിപ്പിച്ച് ട്രോളിയത്. സിഡ്നി ടെസ്റ്റിനിടെ തന്നെ പരിഹസിച്ച ഓസ്ട്രേലിയൻ കാണികളോട് പോക്കറ്റ് തുറന്നു കാട്ടി തൻ്റെ കയ്യിൽ സാൻഡ് പേപ്പറൊന്നുമില്ല കേട്ടോ എന്ന് പറയുന്ന കോഹ്ലിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ആഷസിന് മുമ്പ് മോണ്ടി പനേസർ ഇംഗ്ലണ്ടിനോട് സാൻഡ് പേപ്പർ ഗേറ്റ് ഓർമ്മിപ്പിച്ച് സ്റ്റീവ് സ്മിത്തിനെ സ്ലഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. മോണ്ടി പനേസറിൻ്റെ പ്രകോപനത്തിൽ സ്മിത്ത് വീണു. 2019 BBC-യുടെ ഒരു TV ഷോയിൽ വെച്ച് പനേസറിന് പിണഞ്ഞ അബദ്ധങ്ങളെ ഓർമ്മിപ്പിച്ചാണ് സ്മിത്ത് തിരിച്ചടിച്ചത്. പനേസർ വിടാൻ കൂട്ടാക്കിയില്ല. തനിക്കൊരു കിസ് ഷോയിലാണ് അബദ്ധം പിണഞ്ഞത് എന്നും ഗ്രൗണ്ടിലല്ലെന്നുമായിരുന്നു മുൻ ഇംഗ്ലീഷ് താരത്തിൻ്റെ മറുപടി. സാൻഡ് പേപ്പർ ഗേറ്റ് വിവാദത്തിന് ശേഷം പാറ്റ് കമ്മിൻസിൻ്റെ അഭാവത്തിൽ സ്മിത്ത് മുമ്പും പലകുറി ഓസ്ട്രേലിയ നയിച്ചിട്ടുണ്ട്. ആഷസിൽ ക്യാപ്റ്റൻസി റോളിലുള്ള സ്റ്റീവ് സ്മിത്തിൻ്റെ കംബാക്കിനെ കുറിച്ച് ഏറെ പ്രതീക്ഷയോടെയാണ് പരമ്പരയ്ക്ക് തൊട്ട് മുമ്പ് ഓസീസ് പരിശീലകൻ ആൻഡ്രൂ മക്ഡൊണാൾഡ് സംസാരിച്ചത്. ക്യാപ്റ്റൻസി വിൽ ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഹിം. മുൻ ഇന്ത്യൻ പരിശീലകൻ രവിശാസ്ത്രിയുടെ പ്രതികരണം ഇതായിരുന്നു. ആഷസിൽ ഈ പ്രതികരണങ്ങളൊക്കെ അച്ചട്ടായി. പെർത്തിലും ഗാബയിലും ഓസ്ട്രേലിയ സ്മിത്തിന് കീഴിൽ ഇംഗ്ലീഷ് സംഘത്തെ കശക്കിയെറിഞ്ഞു. ബാസ്ബോളിന് നേരെ ചോദ്യശരങ്ങൾ ഉയർന്നു. ഗാബയിൽ ജോഫ്ര ആർച്ചറും സ്റ്റീവ് സ്മിത്തും തമ്മിൽ കൊമ്പ് കോർക്കുന്നത് കണ്ട ഓസീസ് ആരാധകരുടെ ഓർമ്മകൾ വർഷങ്ങൾ പുറകിലേക്ക് സഞ്ചരിച്ചു. ക്യാപ്റ്റൻ സ്മിത്ത് ഈസ് ബാക്ക്. ഗാബയിൽ ഓസീസിന് ജയിക്കാൻ വെറും 65 റൺസ് മാത്രം മതിയെന്ന ഘട്ടത്തിൽ തുടർച്ചയായി 150 മുകളിൽ പന്തെറിഞ്ഞുകൊണ്ടിരുന്ന ആർച്ചറോട് ഇനിയും വേഗത്തിലെറിയൂ എന്നും ഇവിടെ ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞ സ്റ്റീവ് സ്മിത്ത് 9ാം ഓവറിൽ ആർച്ചറിനെ കണക്കിന് പ്രഹരിച്ചു. 2 4-ഉം 1 6-ഉമാണ് ആ ഓവറിൽ പിറന്നത്. ആ ഓവറിനിടയിൽ പലകുറി സ്മിത്തും ആർച്ചറും മുഖാമുഖം വന്നു. ഓസ്ട്രേലിയൻ വീരഗാഥകളുടെ കഥകൾ ഏറെ പറയാനുള്ള ഗാബയിൽ സ്മിത്തിൻ്റെ ചിറകേറി ഓസ്ട്രേലിയ 10 ഓവറിൽ വിജയതീരമടഞ്ഞു. ഗാബയിൽ 1000 റൺസ് എന്ന നാഴികക്കല്ലും സ്മിത്ത് അന്ന് തൊടുന്നുണ്ട്. നേരത്തെ 1ാം ഇന്നിംഗ്സിൽ 85 പന്തിൽ 61 റൺസായിരുന്നു ഓസ്ട്രേലിയൻ സ്കോർ ബോർഡിന് സ്മിത്തിൻ്റെ സംഭാവന. അഡ്ലേഡിൽ പരിക്ക് കാരണം പുറത്തിരുന്ന സ്മിത്ത് ബോക്സിംഗ് ഡേയിൽ ക്യാപ്റ്റൻസി റോളിൽ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. മത്സരത്തിൽ ഇംഗ്ലണ്ട് ആശ്വാസ ജയം കുറിച്ചെങ്കിലും 11 ദിവസം കൊണ്ട് ഓസ്ട്രേലിയ വിധി കുറിച്ച പരമ്പരയിൽ സ്മിത്തിൻ്റെ ക്യാപ്റ്റൻസി വലിയ ചർച്ചയായി. പരമ്പരയിൽ ബാമി ആർമി പലപ്പോഴായി സ്മിത്തിനെതിരെ ചാൻഡുകൾ മുടക്കി. അതേസമയം തകർന്ന് തരിപ്പണമായി ഓസ്ട്രേലിയൻ മൈതാനങ്ങളിൽ കിടക്കുന്ന ഇംഗ്ലീഷ് ക്രിക്കറ്റിനെ ബാസ്ബോളിൽ നിന്ന് രക്ഷിക്കാൻ രവിശാസ്ത്രിയെ വിളിക്കൂ എന്നാണിപ്പോൾ മോണ്ടി പനേസറിൻ്റെ ആവശ്യം. കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മോശം ടീമാണിതെന്ന് പരമ്പരയ്ക്ക് മുമ്പ് പറഞ്ഞ സ്റ്റുവർട്ട് ബ്രോഡിനോട് പരമ്പര ജയത്തിന് ശേഷം ട്രാവിസ് ഹെഡ് ചോദിച്ചത് ആ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ്. സ്റ്റുവർട്ട് ബ്രോഡ് മറ്റൊന്നുകൂടി അന്ന് കൂട്ടിച്ചേർത്തിരുന്നു. 2010 ശേഷം ഇംഗ്ലീഷ് ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ടീമാണ് സ്റ്റോക്സിൻ്റേത് എന്ന്. കടലാസിൽ അത് ശരിയുമായിരുന്നു. ജോഷ് ഹേസൽവുഡും പാറ്റ് കമ്മിൻസും നേഥൻ ലിയോണുമൊന്നുമില്ലാതെ ഓസീസ് ഇറങ്ങിയ മത്സരങ്ങൾ, ഓപ്പണിങ്ങിൽ ഇപ്പോഴും തുടരുന്ന അൺസർട്ടൈനിറ്റി, ആദ്യമായി ആഷസ് കളിക്കുന്ന ചില താരങ്ങൾ, പലപ്പോഴും ഓസീസിൻ്റെ ദൗർബല്യങ്ങളെ മുതലാക്കാൻ പോലും കഴിയാതിരുന്ന ബെൻ സ്റ്റോക്സ് പെർത്തിലും ഗാബയിലും
സ്റ്റീവ് സ്മിത്ത് എന്ന നായകന് മുന്നിൽ കൂടിയാണ് തോറ്റത്. പെർത്തിൽ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന ഇംഗ്ലണ്ടിന് മുന്നിലേക്ക് ട്രാവിസ് ഹെഡിനെ ഓപ്പണർ റോളിൽ ഇറക്കിവിട്ട തീരുമാനത്തെ ടാക്ടിക്കൽ ബ്രില്യൻസ് എന്നാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ പലരും വിശേഷിപ്പിച്ചത്. പിന്നീട് തങ്ങൾ തോറ്റത് ഹെഡിന് മുന്നിലാണെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട് സ്റ്റോക്സും മക്കല്ലവും. സ്റ്റീവ് സ്മിത്ത് ക്യാപ്റ്റനായിരിക്കുമ്പോഴാണ് അയാളുടെ ഉള്ളിലെ ബെസ്റ്റിനെ നിങ്ങൾക്ക് കാണാനാവുക എന്ന രവിശാസ്ത്രിയുടെ കമൻറ്റ് കണക്കുകളെ മുന്നിൽ വെച്ചുള്ളതാണ്. 2015 മുതൽ 2018 വരെ 32 ടെസ്റ്റുകളിൽ സ്മിത്ത് ഓസ്ട്രേലിയൻ സംഘത്തെ നയിച്ചു. 17 ജയങ്ങളും 10 തോൽവിയും 5 സമനിലകളുമാണ് ഇക്കാലയളവിൽ ഓസീസിൻ്റെ അക്കൗണ്ടിലുള്ളത്. 2021 മുതൽ പല സമയങ്ങളിലായി 10 തവണ സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയയുടെ നായക പദവിയിലെത്തി. 8 ജയം, 1 തോൽവി, 1 സമനില. ഇതാണ് അയാളുടെ കംബാക്കിലെ കണക്കുകൾ. ഓസ്ട്രേലിയയുടെ നായക പദവിയിൽ 50-ന് മുകളിലാണ് അയാളുടെ വിജയശതമാന കണക്കുകൾ. ഇനി അയാളുടെ വ്യക്തിഗത പ്രകടനങ്ങൾ നോക്കൂ. ക്യാപ്റ്റൻസി റോളിൽ 40-ലേറെ മത്സരങ്ങളിൽ നിന്നായി 68 ബാറ്റിംഗ് ആവറേജിൽ 4000-ലധികം റൺസ് സ്മിത്തിൻ്റെ പേരിലുണ്ട്. 17 സെഞ്ചുറികളും 15 അർദ്ധ സെഞ്ചുറികളും ക്യാപ്റ്റൻസി ക്യാപ് തലയിലുണ്ടായിരിക്കെ സ്മിത്ത് കുറിച്ചിട്ടു. കരിയറിൽ മായ്ക്കാനാകാത്ത കറയായി സാൻഡ് പേപ്പർ ഗേറ്റ് വിവാദം ഇപ്പോഴും അയാളുടെ കുപ്പായത്തിലുണ്ടെങ്കിലും ഓസീസ് ആരാധകർക്ക് സ്മിത്ത് ഇപ്പോഴും അവരുടെ പ്രിയപ്പെട്ട നായകനാണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതിഹാസ നാമങ്ങൾക്കൊപ്പമാണ് അവർ ആ പേരിനെ ചേർത്ത് വെക്കുന്നത്.